മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ തിരുവനന്തപുരത്തും പ്രതിഷേധം. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിക്കുകയാണ് MSF പ്രവർത്തകർ. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. അല്ലമീൻ തോട്ടുമുക്ക നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അല്ലമീൻ, വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്, താഴിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഈ പ്രതിഷേധത്തിന്റെ മണിച്ചിത്രത്താഴായി മാറുകയാണോ അല്ലമീൻ? നടത്തുന്ന പ്രതിഷേധം കടുപ്പിക്കുകയാണ്. മലബാറിൽ നിന്ന് തലസ്ഥാനത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് MSF പ്രവർത്തകർ. ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, കള്ളക്കണക്ക് ഡയറക്ടർ നൽകിയത് പ്രകാരമാണ് വിദ്യാർത്ഥികൾ പെരുവഴിയിലായത് എന്നുള്ളതാണ് MSF ആരോപിക്കുന്നത്. മന്ത്രിക്കെതിരെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെയുമുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഓഫീസറുടെ ഓഫീസ് പ്രവർത്തകർ കൊണ്ടുവന്ന് പൂട്ടിയിരിക്കുകയാണ്. ആ താക്കോല് പ്രവർത്തകരുടെ കയ്യിലുണ്ടാകാനും ഇത് മാത്രമല്ല, ആ താക്കോലാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം. ഇതിനകത്തേക്ക് കയറി വരുന്ന ഇടനാഴിയും പ്രവർത്തകർ പൂട്ടിയിരിക്കുകയാണ്. അതിന് പുറത്തും പ്രവർത്തകർ നിന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. മറ്റ് പ്രവർത്തകർ പ്രതിഷേധം അവിടെയുമുണ്ട്. ഈ വാതിൽ തുറന്നു വേണം ഓഫീസിന്റെ റൂമിലേക്ക് വരാനായിട്ട്. ആ ഭാഗവും പ്രവർത്തകർ ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. അതിനകത്തും പുറത്തും പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഇപ്പോൾ പോലീസ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് പ്രതിഷേധിക്കുന്ന പ്രവർത്തകർ നീക്കം ചെയ്യാനോ തടയാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ്. പോലീസിനും അകത്ത് കടക്കാനാകാത്ത വിധം പൂട്ടിയിട്ടുകൊണ്ടുള്ളൊരു പ്രതിഷേധമാണ്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ബോർഡും പേര് വെച്ച ബോർഡൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമം കൂടി പ്രവർത്തകർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. MSFന്റെ നേതാക്കളുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോയി നോക്കാം. ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഈ സമരം നമ്മൾ ഏതാനും മാസങ്ങളായി തുടർന്നു വരികയാണ്. ഞങ്ങൾ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മലബാറിൽ പഠിക്കുവാനുള്ള സീറ്റുകൾ ലഭ്യമല്ല. നിരന്തരമായി ഈ വിഷയം ഞങ്ങൾ പറഞ്ഞിട്ടും ഇതിന് പരിഹാരം കാണാൻ മന്ത്രിയും മന്ത്രിയുടെ ബന്ധപ്പെട്ട അധികാരികളും ഈ ഇരിക്കുന്ന ഷാനവാസ് അടക്കമുള്ള IAS ഉദ്യോഗസ്ഥനും നൽകുന്ന കണക്കുകൾ കള്ളക്കണക്കാണ്. നിരന്തരമായി സംസ്ഥാന MSFന്റെ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു. നിരന്തരമായി മീഡിയകളിലും പൊതുസമൂഹത്തിന് മുമ്പിലും എന്താണ് ഇതിന്റെ പ്രതിസന്ധികൾ, എത്രയാണ് സീറ്റിന്റെ പ്രശ്നങ്ങളുള്ളത്, അത് പരിഹരിക്കേണ്ട സീറ്റ് എത്രയാണ് നിരന്തരമായി പറഞ്ഞിട്ടും ഇത് അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിന് പ്ലാനിങ്ങോട് നടത്തുന്ന ഇടപെടലാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് മലബാറിന്റെ മണ്ണിലേക്ക് മന്ത്രിക്ക് ഭയപ്പെട്ട് വരാതിരിക്കാം. എന്നാൽ ഈ തിരുവനന്തപുരത്തെ മണ്ണിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇത് അവസാനിപ്പിക്കാതെ പോവില്ല. തുടങ്ങിയത് വെറുതെയല്ല, അവസാന ശ്വാസം വരെ ഈ തീരുമാനമെടുക്കും. എല്ലാ വർഷവും കബളിപ്പിച്ച് നിരന്തരമായി ഇടപെടൽ നടത്തുകയാണ്. അതിനെ കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ കുട്ടികൾക്ക് സീറ്റ് വേണം. +1 കിട്ടിയ കുട്ടികൾ തെരുവിലാണ്. അവരുടെ പ്രശ്നം പരിഗണിക്കണ്ടേ? അവരുടെ പ്രയാസത്തെ കാണണ്ടേ? ഇതാർക്ക് വേണ്ടിയാണ് സമരം? MSFർക്ക് വേണ്ടിയാണോ? ഈ മുഖ്യമന്ത്രി അടക്കമുള്ള മലബാറിലെ മണ്ണിലാണ് വിദ്യാർത്ഥികൾ പ്രശ്നം അനുഭവിക്കുന്നത്. അത് പറയാൻ അവർ തയ്യാറുണ്ടോ? ഒന്നുമില്ല. അതിനെതിരെയാണ് സമരം. അതിന് തുടരുക തന്നെ ചെയ്യുമെന്ന് MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടി ചേരുന്നുണ്ട്. നവാസെ, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി, പക്ഷേ ഒരു ഫലവും അല്ലെങ്കിൽ ഒരു നീക്കവും നടക്കുന്നില്ല. ഇനി എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ്? തീർച്ചയായും ഞങ്ങൾ ഇതുവരെ മലബാറിലാണ് സമരം നടത്തിയത്. ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെയും ഇന്നുമായി പറഞ്ഞത് മലപ്പുറത്തും മലബാറിൽ ഇപ്പോഴും പ്രശ്നമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് സമരം മാറ്റാൻ തീരുമാനിച്ചത്. ഇന്നു മുതൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സമരം ശക്തമാക്കും. മന്ത്രിയുടെ വസതിയിലേക്ക്, മന്ത്രി തെരുവിലിറങ്ങുന്നിടത്തേക്ക്, പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന IAS ഉദ്യോഗസ്ഥൻ ശ്രീ ഷാനവാസ്, അദ്ദേഹമാണ് മന്ത്രിക്ക് കണക്കുകൾ നൽകുന്നത്. നേരത്തെ സഹപ്രവർത്തകൻ നജാബ് സൂചിപ്പിച്ചല്ലോ, കള്ളക്കണക്കുകൾ നൽകുക. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയില്ലാതെ മന്ത്രി തന്നെ സമൂഹത്തോട് സംസാരിക്കുക. നിങ്ങളുടെ ചാനൽ തന്നെ ഇന്നലെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. മുഴുവൻ A+ കിട്ടിയൊരു കുട്ടി നിരാശയായി കരയുന്ന വീഡിയോ നിങ്ങൾ പുറത്തുവിട്ടു. ഇതൊന്നും കാണാൻ കൂട്ടുവെക്കാതെ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ് മന്ത്രി ചെയ്യുന്നത്. അവരെ ഉറക്കം
ഉണർത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ MSFന്റെ കണക്കുകൾ വിശ്വസിക്കേണ്ട, ഞങ്ങൾ സമരം ചെയ്യുന്നവരുടെ കണക്കുകൾ നിങ്ങൾ വിശ്വസിക്കേണ്ട, ചാനലിൻ്റെ കണക്കുകൾ പോകട്ടെ. ഇന്നലെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിലെ കണക്കുകളെങ്കിലും പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാക്കണം. വിദ്യാഭ്യാസ മന്ത്രി കണക്കുകൾ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇവിടെ നിന്നാണ് കള്ളക്കണക്ക് നൽകിയത് എന്നതുകൊണ്ടുമാണ് പ്രതിഷേധം തുടരാൻ തന്നെയാണ് MSFന്റെ തീരുമാനം. മന്ത്രിയെ വഴിയിൽ തടയുന്ന അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് MSF നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഉദ്യോഗസ്ഥർ നടത്തുന്ന കള്ളക്കണക്ക് അത് ഉദ്യോഗസ്ഥരും മന്ത്രിയും ഉറക്കം നടിക്കുകയാണ്. അവരുടെ ഉറക്കം ഉണർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് MSF പ്രവർത്തകർ പറയുന്നത്. വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും വഴിയിൽ തടയുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നാണ് MSF വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തീരുമാനം, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരരംഗത്തേക്ക് കടക്കുമെന്ന് SFIയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ വിദ്യാർത്ഥി സംഘടന ഒന്നടങ്കം ഈ വിഷയത്തിൽ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്നൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ ഈ പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കാണുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും മലബാറിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് മലബാറിൽ പ്രതിഷേധം നടത്തി. പക്ഷേ അതിൽ ഫലം കാണാത്ത സാഹചര്യത്തിലാണ് തലസ്ഥാനത്തേക്ക് പ്രതിഷേധം MSF വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. വരും ദിവസങ്ങളിൽ മന്ത്രിയെ വഴിയിൽ തടയുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് പറയുന്നപ്പോൾ ഓഫീസിലെ ബോർഡുകളൊക്കെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തകർ വൈകാരികമായി പ്രതികരിക്കുകയാണ്. വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IASന്റെ പേര് സ്ഥാപിച്ച ബോർഡ്, ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡ് പ്രവർത്തകർ വലിച്ചിളക്കി നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. നിലത്തിട്ട് ചവിട്ടി പൊളിക്കുകയാണ്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിക്കുന്നെങ്കിലും അത് സാധിക്കുന്നില്ല. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വകവയ്ക്കാതെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. പോലീസിന് അകത്ത് കയറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കഥക പൊളിച്ച് പ്രവർത്തകർക്കും അല്ലെങ്കിൽ പോലീസിനകത്ത് കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പോലീസ് പുറത്തു നിൽക്കുകയാണ്. പ്രവർത്തകർ കൂട്ടിയിട്ടിട്ടാണ് ഇതിനകത്ത് പ്രതിഷേധം. പോലീസ് ഇപ്പോൾ വാതിൽ തള്ളിത്തുറന്ന് പോലീസ് അകത്തേക്ക് കടന്നിരിക്കുകയാണ്. പ്രവർത്തകർ പ്രതിഷേധിക്കുന്നിടത്തേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ഒരു നടപടിയാണ് പോലീസ് നടത്തുന്നത്. MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ PK നവാസും സംസ്ഥാന സെക്രട്ടറി CK നജാഫും ഉൾപ്പെടെയുള്ളവരുടെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. വാതിൽ പൂട്ടിയിട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസ് പോരാട്ടം
സമരത്തിൽ വിജയിച്ചേ പുറകോട്ട് പോവുള്ളൂ. എത്ര തന്നെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയാലും, എത്ര തന്നെ കളവുകൾ പ്രചരിപ്പിച്ചാലും, എത്ര തന്നെ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നത് സാധാരണക്കാര ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഈ സർക്കാർ അനീതിയാണ് കാട്ടുന്നത്. അത് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടത്തിൽ വരും. അനീതി തുടരും സർക്കാര്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. MSF പ്രതിഷേധമാണ് അക്രമാസക്തമായത്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലെ ബോർഡ് അടക്കം എടുത്ത് താഴെയിട്ടായിരുന്നു പ്രതിഷേധം. ഓഫീസിന്റെ വാതിലടക്കം താഴിട്ട് പൂട്ടിയ പ്രതിഷേധം. ഇപ്പോൾ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർ എത്തുന്നു. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കേരളത്തിൻ മന്ത്രിക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് കള്ളക്കണക്ക് നൽകിയിടുന്ന ഹലോ മിസ്റ്റർ DPI, നേരായ കണക്കുകളെല്ലാം നൽകിയിടൂ DPI. ഇല്ല പിറകോട്ടില്ല. അനന്തപുരിയിലധികാരത്തിൽ പുകച്ചുറങ്ങാൻ അനുവദിക്കില്ല. മലബാറിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്, മുദ്രാവാക്യം വിളികളാണ് നമ്മൾ കാണുന്നത്. നിലത്ത് കിടക്കുന്ന പ്രവർത്തകനെ വലിച്ചിഴച്ച് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. തലസ്ഥാനത്ത് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ നിന്നും നിലത്ത് കിടക്കുന്ന പ്രവർത്തകനെ എടുത്തുകൊണ്ടു പോവുകയാണ് പോലീസ്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയായിരുന്നു പ്രതിഷേധം. ആ താഴിട്ട് പൂട്ടി താക്കോലൊക്കെ കാട്ടിയായിരുന്നു ഇത്രയും നേരം അവർ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വരാൻ കൂട്ടാക്കാതിരുന്ന അവസാനത്തെ പ്രവർത്തകരെയും ഇപ്പോൾ എടുത്തുകൊണ്ട് പോവുകയാണ്. മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിയിലാണ് പ്രതിഷേധം. നടന്നു വരാൻ തയ്യാറാകുന്നവരെ നടന്നും നിലത്ത് കിടക്കുന്നവരെ എടുത്തും നീക്കുകയാണ് പോലീസ്. ഇപ്പോൾ പ്രതിഷേധിച്ച മിക്ക പ്രവർത്തകരെയും വാഹനത്തിനുള്ളിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പോലീസ് സംഘം. തിരുവനന്തപുരത്ത് MSFന്റെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത്. മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കള്ളക്കണക്ക് കൊടുത്തത് വിദ്യാഭ്യാസ ഡയറക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ഉപരോധിച്ചത്. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡടക്കം പ്രവർത്തകർ തകർത്തു. അല്ലമീൻ നമുക്കൊപ്പമുണ്ട്. അല്ലമീൻ, വലിയ പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ മിനിറ്റുകളിൽ നമ്മൾ നേരിട്ട് കണ്ടത്. ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയോ അവിടെ നിന്ന്? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. MSFന്റെ പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവരിപ്പോൾ ഈ ഓഫീസ് മറ്റൊരു താഴിട്ട് പൂട്ടി അതിനകത്ത് മറ്റുദ്യോഗസ്ഥരുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അത് മറ്റുദ്യോഗസ്ഥരെത്തി അത് തുറന്നു കൊടുക്കുകയാണ്. ആ വാതിൽ ഉദ്യോഗസ്ഥരെയൊക്കെ MSF പ്രവർത്തകർ പൂട്ടിയിട്ട ഓഫീസ് തുറന്ന് പ്രവർത്തകരെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ നേരത്തെ ഇവിടെ വെച്ചിരുന്ന വിദ്യാഭ്യാസ ഡയറക്ടർ ഷാജഹാന്റെ പേരും ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡൊക്കെ നശിപ്പിച്ചു. ഇപ്പോൾ ആ ഓഫീസിന് ഉള്ളിൽ കുടുങ്ങിയ ജീവനക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാനാകും. മറ്റൊരു പൂട്ട് MSF പ്രവർത്തകർ തന്നെ കൊണ്ടുവന്ന് പൂട്ടി പോയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിൻ്റെ താക്കോല് MSF പ്രവർത്തകരുടെ കയ്യിൽ തന്നെയാണുള്ളത്. അതിന് എങ്ങനെ പൊളിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ, സുരക്ഷാ ജീവനക്കാരൊക്കെ പരിശോധിക്കുന്നത്. ഏതായിരുന്നാലും വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് MSF പ്രവർത്തകർ ഇവിടെ നടത്തിയത്. അതിനുശേഷം പ്രവർത്തകരെയൊക്കെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. മന്ത്രിയെ വഴിത്തറയിൽ അടക്കമുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് MSF പ്രവർത്തകർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലബാർ മേഖലയെ കമ്പി കൊണ്ട് അടിച്ചു പൊളിക്കുകയാണ്. MSF പ്രവർത്തകർ പൂട്ടിയിട്ട ഓഫീസ്, ആ പൂട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ മറ്റു കമ്പിയും പൈപ്പുമൊക്കെ ഉപയോഗിച്ച് അടിച്ചു പൊളിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം പൂട്ടിയ താക്കോലും കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയത്. അവരിനി ആരുടെ കയ്യിലാണ് താക്കോൽ എന്നുള്ളത് ഇനി കണ്ടുപിടിക്കുക വലിയ ഭാരിച്ച ദൗത്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ പ്രവർത്തകരെ കൊണ്ടൊന്നും തുറക്കാനും പറ്റില്ല. അതുകൊണ്ട് തല്ലി പൊളിക്കുകയാണ് ആ പൂട്ട് എന്നുള്ള കൗതുകമായ ഒരു കാഴ്ച കൂടി ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ നിന്നും പൂട്ട് തുറന്നിരിക്കുകയാണ്. സുരക്ഷാ ജീവനക്കാരൻ MSF പ്രവർത്തകർ പൂട്ടിയ പൂട്ട് അടിച്ച് പൊളിച്ചിട്ട് തുറന്നിരിക്കുകയാണ്. ഓഫീസ് തുറന്നിരിക്കുകയാണ്. സീക്രട്ട് സെക്ഷൻ ഓഫീസിന് സമീപത്തോട് ചേർന്നാണ് ഡയറക്ടറുടെ ഓഫീസ്. ആ സീക്രട്ട് സെക്ഷനും അതുപോലെ തന്നെ ഡയറക്ടർ ഓഫീസുമൊക്കെ MSF പ്രവർത്തകർ പുതിയ താഴ് കൊണ്ടുവന്ന് പൂട്ടി താക്കോൽ കൊണ്ട് പോവുകയായിരുന്നു. അതിപ്പോൾ കമ്പി ഉപയോഗിച്ച് പ്രവർത്തകർ തല്ലിപ്പൊളിച്ചു. ഇപ്പോൾ ഡോർ തുറന്ന് ഉദ്യോഗസ്ഥരും ജീവനക്കാരുമൊക്കെ അകത്തേക്ക് പോവുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതിനുള്ളിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി അനിവാര്യമാണ് ഈ വിഷയത്തിൽ. ഏതായാലും തലസ്ഥാനത്ത് MSFന്റെ പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ്. ഡോർ തുറന്ന് ഉദ്യോഗസ്ഥരൊക്കെ അകത്തേക്ക് കടന്നിരിക്കുന്നു. ജീവനക്കാരും ഉദ്യോഗസ്ഥരൊക്കെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ ഡയറക്ടർ ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം ഒരു പക്ഷേ എത്തിയേക്കും. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം MSF പ്രവർത്തകർ ഇവിടെ നിരവധി ജീവനക്കാർ, ഓഫീസിനകത്തിരിക്കുന്ന ജീവനക്കാർ, ഇവരെയാണ് MSF പ്രവർത്തകർ പൂട്ടിയിട്ടത്. രാവിലെ ഡയറക്ടറെ കാണുന്നതിന് വേണ്ടി വരികയായിരുന്നു. ഡയറക്ടർ എത്തിയിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നീട് അതിനുശേഷമാണ് പ്രവർത്തകർ ഓഫീസ് പൂട്ടിയിട്ട് കൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത്. ആ താക്കോല് ഇതിനകത്ത് 6 പേരുണ്ടായിരുന്നു. അതെ നമ്മൾ ഇല്ല പൂട്ടി അവർ പുറത്തിരുന്ന് സമരം. അവർ വന്ന് പ്രശ്നമല്ല അവതരിപ്പിച്ചായിരുന്നു. സീറ്റ് പ്രതിസന്ധി വിഷയമല്ല അവതരിപ്പിച്ചു. സമരം പേടിച്ചോ മാഡം? ഇല്ല, അങ്ങനെയില്ല. എപ്പോഴും മിക്കവാറും ഇവിടെ നടക്കാറുണ്ടല്ലോ. പരിചയമുള്ളതാണല്ലേ? ഇപ്പോൾ MSF പ്രവർത്തകർ പൂട്ടിയിട്ടപ്പോൾ ഇതിനകത്ത് വിട്ടുപോയ ഒരു ഉദ്യോഗസ്ഥയാണ് സംസാരിച്ചത്. പ്രവർത്തകർ വന്ന് അപ്രതീക്ഷിതമായി പൂട്ടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സാറേ, അവർ വന്ന് നേരെ പൂട്ടിയായിരുന്നു? പറയാനില്ല, നടക്കാനുള്ള എല്ലാം നടന്നു.
ഒന്നും പറയാനില്ല, നടക്കാനുള്ളതൊക്കെ നടന്നു എന്ന് ചില ഉദ്യോഗസ്ഥർ. മറ്റൊരു ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ പേടിച്ചൊന്നുമില്ല, സ്ഥിരം പതിവ് കാഴ്ചയാണ് അവിടെ. കാരണം ഈ വിദ്യാഭ്യാസ മേഖലയുമായി എന്ത് പ്രതിഷേധമുണ്ടായാലും വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ വിധത്തിൽ കടന്നു വന്ന് പ്രതിഷേധിക്കുന്നതും അതുപോലെ പൂട്ടിയിടുന്നതുമൊക്കെ ഒരു പതിവാണ്. സെക്യൂരിറ്റി ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു പ്രതിഷേധം? നിങ്ങളാണല്ലോ ഇവിടെ നേരിട്ട്. അതെ അതെ, അവരുടെ ഒത്തിരി പേരുണ്ടായിരുന്നു, ഒരു 10-15-20 പേരുണ്ടായിരുന്നു. പക്ഷെ തടയാനോ വിദ്യാർത്ഥികൾക്ക് മലബാറിൽ മലപ്പുറത്തും സീറ്റുകൾ ലഭിക്കാനുണ്ട്. എന്നിട്ട് കള്ളക്കണക്കുമായി രാവിലെ വിദ്യാഭ്യാസ മന്ത്രി ജനങ്ങളെ കണ്ടു പറഞ്ഞത് ഈ നാട്ടിൽ ഇത്രയും കാലം ഉറങ്ങുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. കള്ളക്കണക്ക് കൊടുക്കുന്ന ഷാനവാസാണ് അദ്ദേഹവും. ഈ പോലീസ് വരുന്നവരെ മൽപ്പിടുത്തമായിരുന്നു അവരോട്. ഇവിടെ മൽപ്പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ DG-യുടെ സാറിൻ്റെ ബോർഡ്, സൈൻ ബോർഡും ഡോറും എല്ലാം കൂടി അടിച്ചു പൊട്ടിച്ച് ഒരുപാട് ഇതാക്കിയിട്ട് അതുകൊണ്ടുള്ള ഒരിത്. പിന്നെ പോലീസ് വന്ന് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അല്ലാണ്ട് വേറെ മൽപ്പിടുത്തം ഒരാളിനെ ഒറ്റയ്ക്ക് പിടിക്കാറേ പറ്റത്തില്ലല്ലോ. ഇത്രയും പേരുണ്ടായിരുന്നല്ലോ, 10-20 പേരുണ്ടായിരുന്നല്ലോ. അവരെ മാക്സിമം ശ്രമിച്ചു, അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോലീസ്. പതറിപ്പോയോ? എന്തേ? ഇല്ല ഇല്ല, ഇത് നമ്മൾ ഒരുപാട് അനുഭവിച്ചല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ജോലിയുടെ ഭാഗമല്ലേ. സുജയ, അത്തരത്തിൽ ഈ ഒരു ഉദ്യോഗസ്ഥർ മാത്രമാണ് നേരത്തെ ഇവിടെ നിന്ന് ഈ പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ നേരിടാനുണ്ടായിരുന്നത്. കാരണം പോലീസൊന്നും അന്നേരം അകത്തുണ്ടായിരുന്നില്ല, ഈ ജീവനക്കാരുള്ളിൽ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഇതിന് മുന്നിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ ഇങ്ങനെ പ്രവർത്തകർ ഇരച്ചു കയറി വന്ന് ഇങ്ങനെ പൂട്ടിയിടുകയും പ്രതിഷേധിക്കുകയും ചെയ്തപ്പോൾ പതിരിപ്പോയോ പേടിച്ചു പോയോ എന്നുള്ള ചോദ്യത്തിന് ഇതൊക്കെ പതിവ് കാഴ്ചയാണ്, മിക്കവാറും കാണാറുള്ളതാണ്. കാരണം ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതിഷേധമുണ്ടായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് പതിവ് കാഴ്ചയാണ്. അത് ഇവർക്ക് സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമല്ല. മാത്രമല്ല ഈ ഡോറ് പൂട്ടിയിട്ട് പലപ്പോഴും പ്രവർത്തകർ ഈ ഡോറൊക്കെ ചവിട്ടുകയും മറ്റും ചെയ്തത്